വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് കൂടുതൽ വിമാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെള്ളിയാഴ്ച മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തികച്ചും പ്രവാസികൾക്ക് സന്തോഷം പകർന്ന വാർത്ത കൂടിയാവുകയാണിത്. കാരണം ഇന്നലെ മുതൽ ദുബായ് സന്ദർശക വിസയും അനുവദിച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടനവധി രാജ്യങ്ങൾക്കാണ് സന്ദർശക വിസ അനുവദിച്ചത്. ഒപ്പം കേരളത്തിൽ നിന്ന് 48 വിമാനങ്ങൾ ഈ ദിവസങ്ങളിൽ സർവീസ് നടത്തും. UAE റെസിഡൻസ് വിസയുള്ളവർക്ക് മാത്രമായിരിക്കും യാത്ര അനുവദിക്കുക. കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ്, അബുദാബി, ഷാർജ വിമാനത്താവളങ്ങളിലേക്കാണ് സർവീസ് നടത്തുക. UAE റെസിഡന്റ് വിസയുള്ളവർക്ക് മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ. ICA അല്ലെങ്കിൽ GDRF അനുമതി ഉണ്ടാകണം. 96 മണിക്കൂറിനുള്ള അംഗീകൃത ലാബുകളിൽ നടത്തിയ PCR പരിശോധനാ ഫലവും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ ചർച്ചയായ വിഷയമാണ് കുവൈറ്റ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഇറാൻ, നേപ്പാൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. എന്നാൽ തന്നെയും നേരിട്ട് വരാതെ മറ്റു രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ച ശേഷം കുവൈറ്റിലേക്ക് വരാമെന്ന സാധ്യതയും വഴി തുറക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റിൽ താൽക്കാലികമായ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഇറാൻ, നേപ്പാൾ എന്നീ രാജ്യത്തു നിന്നുള്ള യാത്രക്കാർക്കാണ് പ്രവേശന വിലക്ക് കുവൈറ്റ് ഏർപ്പെടുത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കൊമേഴ്സ്യൽ വിമാന സർവീസ് ആരംഭിക്കുമ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊഴികെയുള്ള യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് വരാൻ മന്ത്രിസഭ അനുമതി നൽകിയതായി ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ വ്യക്തമാക്കുകയാണ്. കുവൈറ്റ് വ്യോമയാന വകുപ്പും ഇക്കാര്യം ട്വിറ്ററിലൂടെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അവധിക്ക് നാട്ടിൽ പോയി വിമാന സർവീസ് നിലച്ചതിനാൽ തിരിച്ചുവരാൻ കഴിയാതെ കുടുങ്ങിയ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തിരിച്ചടിയാണ് ഈ തീരുമാനം. 4.5 മാസമായി കുടുങ്ങിക്കിടക്കുന്ന ഇവർ ഓഗസ്റ്റിൽ വിമാന സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷ കഴിയുകയായിരുന്നു. ഇതിൽ ചിലരുടെ കുടുംബം കുവൈറ്റിലാണുള്ളത്. അടിയന്തര ആവശ്യങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് പോയി കുടുങ്ങിയവരാണിവർ. ഇനിയും തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജോലി നഷ്ട ഭീഷണി നേരിടുന്ന നിരവധി പേരാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. വ്യോമഗതാഗതം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കുവൈറ്റ് വ്യോമയാന വകുപ്പ് ചർച്ച നടത്തിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.